സൈക്കോളജിയുടെ 4ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളർച്ചയും വികാസത്തെയും കുറിച്ചാണ് പഠിക്കുന്നത്. ഇപ്പോൾ വളർച്ചയും വികാസവും ഉണ്ട്, അവ തമ്മിലുള്ള ഒരു താരതമ്യ പഠനവും അല്ലാത്തതുമാണ് പറയുന്നത്. ഇതിനകത്ത് ആദ്യം തന്നെ ഞാൻ പറയുന്നു, ഇപ്പം ഞാൻ ഇതിനകത്ത് ഓരോ പോയിൻറ്റും എക്സ്പ്ലെയിൻ ചെയ്യുക. എന്താണ് ഈ വളർച്ചയിലുള്ള പോയിൻറ്റുകൾ, വികാസത്തിലുള്ള പോയിൻറ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യും. അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾ കേൾക്കണമെന്നില്ല കേട്ടോ, ഞാൻ ആദ്യം തന്നെ ഇത് പറയുന്നു. അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആ പോർഷനെ വെച്ചിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അതങ്ങ് കാണാതെ പഠിക്കുകയോ അല്ലെങ്കിൽ ചുമ്മാ നോക്കി വിടുകയോ ചെയ്യാം. വികാസത്തിൻ്റെ സാധനങ്ങൾ നോക്കി വിടുകയോ ചെയ്യാം. ഓക്കെ, കാരണം അത് എന്തിനാണ് അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് എല്ലാ തരത്തിലുള്ള ആൾക്കാരും കാണും. ഓക്കെ, വളരെ കുറച്ചുപേരെ കാണുന്നുള്ളെങ്കിൽ പോലും അതിനകത്ത് നന്നായിട്ട് പഠിക്കുന്നവരും കാണും, ഒരു പക്ഷേ എന്താണ് ഈ സംഭവം അറിഞ്ഞുകൂടാത്തവരും കാണും. അപ്പോൾ അതുകൊണ്ട് എന്താണ്, നമുക്ക് അവരെയും കൂടി പരിഗണിക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഓരോ പോയിൻ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പം അറിയാവുന്നവരുണ്ടെങ്കിൽ എന്താ ചെയ്യണം, ഒരു 2x അല്ലെങ്കിൽ മിക്കവാറുള്ളവരെല്ലാം 2x ഇട്ടായിരിക്കും കാണുന്നത്, അത് കുഴപ്പമില്ല. പക്ഷേ എന്തോ ചെയ്യണം, നിങ്ങൾ പാസ് ചെയ്തിട്ട് ആ സാധനങ്ങൾ പോയിൻറ്റുകളെല്ലാം നോക്കി കാണാതെ പിടിച്ചങ്ങ് പോയാലും മതി. ഞാൻ പെട്ടെന്ന് അതങ്ങ് വായിച്ച് വിടാം. ഇത് നമുക്ക് ഒരു പരിധി വരെ ഒരു പരീക്ഷാ വ്യൂ അല്ലെങ്കിൽ ഒരു എക്സാം വ്യൂവിൽ, കേറ്ററ്റിൻ്റെ എക്സാം വ്യൂവിൽ പറയുമ്പം നിങ്ങളൊരു കാണാതെ പഠിക്കേണ്ട ഒരു മുതലാണ് കേട്ടോ. അധികം മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതിനെക്കാട്ടിയും കാണാതെ പഠിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഇച്ചിരി കൂടെ നല്ലത്. പിന്നെ മനസ്സിലാക്കി പഠിക്കാനായിട്ട് കുറച്ച് ട്രിക്കുകൾ പറഞ്ഞുതരാം. അപ്പം വളർച്ചയും വികാസത്തിനകത്തും വളർച്ചയാണ് നമ്മളിപ്പം പഠിക്കുന്നത്. അപ്പോൾ ഈ വളർച്ച പഠിക്കാനായിട്ട് നമുക്ക് എപ്പോഴും വേണ്ടത്, ഈ വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് എന്നങ്ങ് ആലോചിച്ച് നോക്കുക. വളർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈറ്റ്. ഇനി അപ്പം എന്താണ് വികാസം? വികാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ആലോചിച്ച് നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വികാസം എന്ന് പറഞ്ഞാൽ ബുദ്ധി അല്ലെങ്കിൽ ഇൻ്റലിജൻസ്. ഓക്കെ, അപ്പം വളർച്ച ഹൈറ്റ് ആണെങ്കിൽ വികാസം എന്താണ്? ബുദ്ധിയാണ്. ഇനി എന്താണ് ഹൈറ്റ് എന്നും എന്താണ് ബുദ്ധി എന്നും നിങ്ങൾ കുറച്ചങ്ങ് കാണാതെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിക്കേ. ഹൈറ്റ് എന്ത്, ബുദ്ധി എന്ത്? ഹൈറ്റിനെ എങ്ങനെ നിർവചിക്കാം, ബുദ്ധി എങ്ങനെ നിർവചിക്കാം? അത്രയേ ഉള്ളടേ സൈക്കോളജി, അത്രയേ ഉള്ളൂ വളർച്ചയും വികാസവും. മനസ്സിലായോ? ഹൈറ്റിനെ എങ്ങനെ നിർവചിക്കാം, ബുദ്ധി എങ്ങനെ നിർവചിക്കാം, ഇത് തമ്മിൽ എങ്ങനെ താരതമ്യം ചെയ്യാം. പരിപാടി കഴിഞ്ഞു. ഇനി അത് വെച്ചിട്ട് ഞാൻ ഈ പറയുന്ന രീതിയിൽ ഒന്ന് വെച്ചിട്ട്, ഇതൊരു സിമ്പിൾ ട്രിക്കാണ്. ഇനി ഈ പറയുന്ന രീതി വെച്ചിട്ട് ഒന്ന് നോക്കേ. പിണ്ടത്തിലുണ്ടാകുന്ന മാറ്റമല്ലേ വളർച്ച? പിണ്ടത്തിലുണ്ടാകുന്ന മാറ്റമാണ് വളർച്ച. അപ്പം ഹൈറ്റ് നമ്മുടെ പിണ്ടത്തിൽ, അതായത് നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന ഒരു മാറ്റമല്ലേ? ശാരീരികപരമല്ലേ? അത് ഘടനാപരമല്ലേ? ഓക്കെ, ഓരോ വാക്കുകളുടെ അർത്ഥം ഞാൻ നോക്കി വിശദീകരിച്ച് പോകുന്നില്ലേ? അപ്പം പിണ്ടത്തിലുണ്ടാകുന്ന മാറ്റമാണ്, ഘടനാപരമാണ്, ശാരീരികപരമാണ്. ഓക്കെയാണ്. ഈ 3 പോയിൻ്റ് ഓക്കെയാണ്. അത്രയേ ഉള്ളൂ, അവിടെ തീർന്നു. ഇനി അടുത്ത ആണ് ഇത് പരിമാണാത്മകം അല്ലെങ്കിൽ ഗണാത്മകം എന്ന് പറയും കേട്ടോ. ഗണാത്മകം എന്ന് പറഞ്ഞാൽ ഗണിക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ അളക്കാൻ കഴിയുന്നത് എന്ന അർത്ഥത്തിലാണ്. ഓക്കെ, അപ്പം പരിമാണാത്മകം എന്ന വാക്കാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഒരു കേറ്ററ്റ് പരീക്ഷയിലോ മറ്റു ഗണാത്മകം എന്ന വാക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഗണാത്മകം ഇതിനകത്ത് കൊണ്ടുവന്നത്. DLEDൻ്റെ ടെസ്റ്റിലെല്ലാം പരിമാണാത്മകം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അല്ലെങ്കിൽ എന്താണ് ഗണാത്മകം അല്ലെങ്കിൽ പരിമാണാത്മകമാണ്. എന്താണ് പരിമാണാത്മകം? അളക്കാൻ സാധിക്കും. ഒരാളെ വളർച്ച അളക്കാൻ കഴിയത്തില്ലേ? കടക്കും. ഇനി അവിടെ നമ്മൾ ഈ ലാസ്റ്റ് പോയിന്റ് നോക്കേ. സഞ്ചിതമായതിനാൽ നിരീക്ഷിക്കുവാനും, നടക്കുവാനല്ലടാ, അളക്കുവാൻ, നിരീക്ഷിക്കുവാനും അളക്കുവാനും സാധിക്കും. സഞ്ചിതമായതിനാൽ നിരീക്ഷിക്കുവാനും അളക്കുവാനും സാധിക്കും. ഇത് തന്നെയല്ലേ പരിമാണാത്മകം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അളക്കാൻ സാധിക്കും. സഞ്ചിതമായതിനാൽ നിരീക്ഷിക്കാൻ, അളക്കാൻ സാധിക്കും. ആ 2 പോയിന്റ് കിട്ടിയോ? ഓക്കെ. ഇനി അടുത്ത അനുസ്യൂതമല്ല. ഒരാൾ ജീവിതകാലം മൊത്തവും നീളം വെച്ചുകൊണ്ടിരിക്കുമോ? ഇല്ല. കുറച്ച് ആൾ കഴിയുമ്പോൾ അയാളെ നീളം വെപ്പ് നിൽക്കും. ഒരു പർട്ടിക്കുലർ വയസ്സാകുമ്പോൾ അയാൾ നീളം വെപ്പ് നിൽക്കും. അപ്പം ജീവിതകാലം മൊത്തം നീളം വെക്കത്തില്ലല്ലേ? അനുസ്യൂതം എന്നുദ്ദേശിക്കുന്നത് കണ്ടിന്യൂസ് എന്നാണ്. അനുസ്യൂതം എന്നുദ്ദേശിക്കുന്നത് എന്താണ്? കണ്ടിന്യൂസ് എന്നാണ്. ഓക്കെ ആണേ? ഓക്കെ, അപ്പം കണ്ടിന്യൂസ് അല്ല. ജീവിതകാലം മൊത്തവും വളർച്ച നടക്കുന്നുണ്ടോ? ഇല്ല. ഇനി അടുത്തത് ഭാര്യ മാറ്റങ്ങളൊന്നും അല്ല കേട്ടോ. ഈ സ്ക്രീൻഷോട്ട് എടുക്കുന്നവർ അതൊക്കെ ശ്രദ്ധിച്ചേക്കണേ. ഭാര്യ മാറ്റം എന്നൊന്നും പഠിച്ചുകൊണ്ട് പോകല്ലേ. ഓക്കെ, ബാഹ്യമാറ്റങ്ങളെ സൂചിപ്പിക്കുന്നു. അപ്പം വളർച്ച എന്ന് പറഞ്ഞാൽ ബാഹ്യമാറ്റങ്ങൾ. ഒരാളെ വെളിയിൽ നിന്ന് കാണുമ്പോൾ അയാൾ ഹൈറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കത്തില്ലേ? അത്രയേ ഉള്ളൂ. ബാഹ്യമാറ്റങ്ങളെ സൂചിപ്പിക്കുന്നു. ഒരാൾക്ക് ഹൈറ്റ് ഉണ്ട് ഇല്ല എന്ന് മനസ്സിലാക്കുന്നു. ഇനി അടുത്ത പോയിന്റിന് പരുപക്വനം എന്നല്ല കേട്ടോ, പരിപക്വനം.
പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിക്കുന്നു. അത് ഈ പരിപക്വനം എന്ന് പറഞ്ഞാൽ എന്താ? പ്രായത്തിനനുസരിച്ചുള്ള പാകപ്പെടൽ എന്നാണ് ഈ പരിപക്വനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രായത്തിനനുസരിച്ചുള്ള പാകപ്പെടൽ. അതായത് ഇച്ചിരി കൂടി ലളിതമായി പറഞ്ഞാൽ ഈ സ്വാഭാവികമായിട്ടുള്ള ഒരു പാകപ്പെടുന്ന അവസ്ഥ, അത്രയേ ഉള്ളൂ. അതിനകത്ത് വലിയ നിങ്ങൾ കയറി പിടിക്കണ്ട. അപ്പോൾ ഇതങ്ങ് കാണാതെ പഠിച്ചങ്ങ് പോകുക. നമ്മളെ സംബന്ധിച്ച് എന്താണ് കയറ്റിട്ട് പാസ്സാവുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ മീഡിയവും അർത്ഥവും ഒന്നും തേടിയൊന്നും പോകണ്ട. നമുക്ക് ഈ പോയിൻ്റ് പഠിക്കുക, പാസ്സാക്കി പോവുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം പരിപക്വനമല്ല, പരിപക്വനമാണെന്ന് ആലോചിച്ച് വെക്കുക. പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിക്കുന്നില്ല. ഓക്കെ. അപ്പം പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിക്കുന്നില്ല. അപ്പോൾ ഒന്ന് ഈ ഇല്ല എന്ന് പറഞ്ഞ രണ്ടെണ്ണം ഒന്ന് പഠിച്ചു നോക്കേ. അനുസ്യൂതമല്ല, പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിക്കുന്നില്ല. ആ 2 പോയിന്റ് കിട്ടിയേ. ഇനി ബാക്കിയുള്ള പോയിന്റോ? പിണ്ടത്തിലുണ്ടാകുന്ന മാറ്റം, ഘടനാപരം, ശാരീരികപരം. ഇനി മറ്റ് 2 ജോഡി ഏതാ? പരിമാണാത്മകം, നിരീക്ഷിക്കുവാനും അളക്കുവാനും സാധിക്കും. പിന്നെ അനുസ്യൂതമല്ല, പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിക്കുന്നില്ല. ഇനി ബാഹ്യമാറ്റങ്ങളെ സൂചിപ്പിക്കുന്ന വേണമെങ്കിൽ ഈ പിണ്ടത്തിൻ്റെ കൂടെ അങ്ങ് ഇട്ടതങ്ങും അതങ്ങ് 3 എണ്ണം എന്ന് പറഞ്ഞാൽ 4 സെറ്റാക്ക്. അപ്പോൾ ഇതെല്ലാം കൂടി ഓരോ സെറ്റായിട്ട് അങ്ങ് കാണാതെ പഠിച്ചു വെക്ക്. സെറ്റ് കഴിഞ്ഞ്. ഓക്കെ, കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. അല്ലാതെ ഇതിൻ്റെ അർത്ഥങ്ങളും ഓരോന്നും വിശദീകരണങ്ങളും അങ്ങനെ വലിയ സാധനം ഒന്നും തേടി പോകണ്ടാ. ഇപ്പം അങ്ങനെ നിങ്ങൾ പഠിച്ച് വെച്ചിട്ട് കാര്യം എന്താ? ഒന്നുമില്ല. ചോദിച്ച് സാധാരണ രീതിയിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ചോദിച്ച് എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾ ഇത്രയും കാണാതെ പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പം നമുക്ക് അടുത്ത സാധനം പഠിക്കാം. ഓക്കെ. അപ്പം നമ്മളുടെ ഒരു ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കുറവ് പഠിക്കുക, ഏറ്റവും ഉടാഴ്ച പഠിക്കുക, പാസ്സാവുക. ഞാൻ മരണ പഠിപ്പീര് നിങ്ങളെ അടുത്ത സ്ഥലങ്ങളിലേക്കൊന്നും കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിനുള്ള പഠിപ്പീരും എനിക്കറിയില്ല. നിങ്ങൾ ഏറ്റവും മാക്സിമം ഏറ്റവും നന്നായിട്ട് ഉടായിച്ച് പഠിക്കുക, സാധനം കൈവയ്ക്കുക, പാസ്സാവുക. അല്ലാതെ മരണ പഠിക്കലൊന്നും വേണ്ട, ആവശ്യത്തിനുള്ള മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, നമുക്ക് വികാസത്തിലേക്ക് കിടക്കാം. ഇവിടെ പരിപക്വനം എന്നാണ് വരേണ്ടത് കേട്ടോണം. ഇവിടെ പരിപക്വനം എന്നാണ് വരേണ്ടത്. ഇത് പരിപക്വനം എന്ന് പറയുന്നത് പരിപക്വനം. ഓക്കെ. അനുസ്യൂതമായി പരിപക്വനത്തിലേക്ക് നയിക്കുന്ന പുരോഗമനാത്മകമായ മാറ്റം. ഓക്കെ. അപ്പം സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുരോഗമനാത്മകമായിട്ടുള്ള മാറ്റമാണ് എന്ന് മനസ്സിലാക്കണം. അതായത് മറ്റേത് എന്താണ്? പിണ്ടത്തിലുണ്ടാകുന്ന മാറ്റം. ഇത് പുരോഗമനാത്മകമായിട്ടുള്ള മാറ്റം, അതായത് ബുദ്ധി ഉപയോഗിക്കുന്ന സാധനം. ഇതിനകത്ത് നമ്മൾ വികാസം എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്നൊരു രീതിയിലാണ് നമ്മൾ കണ്ടുപോകുന്നത്. ഓക്കെ. ഇനി സമഗ്രമായ വളർച്ച. ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി ചുമ്മാതെ ഏതെങ്കിലും ഒരു മേഖലയെ മാത്രം നിൽക്കുന്നതാണോ? അല്ല. അവന് എല്ലാ മേഖലയിലും ഉപയോഗിക്കുന്നത്, അവൻ്റെ കൈയും കാലും തലയും എല്ലാം ഉപയോഗിക്കുന്നതും എല്ലാം വരുന്നതാണ് ഇത് ബുദ്ധി. അതുകൊണ്ട് അതൊരു സമഗ്രമായ മാറ്റമാണ്. ഇനി അടുത്ത എന്താണ്? ഗണാത്മകം എന്നല്ല കേട്ടോ. ഗണാത്മകം അപ്പുറത്താണ് എവിടെ പോകേണ്ടത്. ഇത് ഗുണാത്മകമാണ്. അയ്യോ, തെറ്റാ. ഗുണാത്മകം ശ്രദ്ധിച്ചേക്കണേ. ഗുണാത്മകം ആണ്. ഗണാത്മകമല്ല. ഗണാത്മകം എന്ന് പറഞ്ഞാൽ എവിടാ വരുന്നത്? വളർച്ചയിലാണ് വരുന്നത്. ഗണാത്മകം വളർച്ചയിലാണ് വരുന്നത്. ഇവിടെ വരുന്നത് ഗുണാത്മകമാണ്. ഗണാത്മകവും പരിമാണാത്മകവും വളർച്ചയിൽ വരും. ഇവിടെ ഗുണാത്മകം. ഓക്കെ, ഗുണാത്മകമാണ്. ഓക്കെ. അടുത്ത് അനുസ്യൂതമാണ്. മറ്റേത് കണ്ടിന്യൂസ് അല്ല, കണ്ടിന്യൂസ് ആണ്. ഓക്കെ. ഇനി ആന്തരികമാണ്. ബുദ്ധി വെളിക്കുന്ന കാണാൻ പറ്റുമോ? അവനെ കാണുമ്പോൾ ഇത്ര ബുദ്ധിയുണ്ട് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ബുദ്ധി അപ്പം എന്താണ്? ആന്തരികമാണ്. ഓക്കെ. ഇനി പരിവർത്തനത്തെയും പഠനത്തെയും ആശ്രയിക്കുന്നു. പരിവർത്തനമല്ല കേട്ടോ, പരിപക്വനം എന്നാണ് വരേണ്ടത്. പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിക്കുന്നു. അപ്പോൾ പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിക്കുന്നില്ല എന്ന് നമ്മൾ വളർച്ചയിൽ പഠിച്ചു. നേരെ ഓപ്പോസിറ്റ്, ആശ്രയിക്കുന്നു. ഓക്കെ ആണേ. അടുത്ത പറയട്ടെ. വളർച്ചയില്ലെങ്കിലും വികാസം സാധ്യമാണ്. അതിന് ഞാൻ വളരെ ലളിതമായിട്ടൊരു ഉദാഹരണം പറഞ്ഞു തരട്ടെ. ഇപ്പം സ്റ്റീഫൻ ഹോക്കിങ്സ് എന്നല്ലേ അദ്ദേഹത്തിൻ്റെ പേര്? നമ്മുടെ ബ്ലാക്ക് ഹോളിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നല്ലോ.
അപ്പം അദ്ദേഹം എന്താണ്, അദ്ദേഹം ശരീരം പാരലൈസ്ഡ് ആണ്. എന്നിട്ട് അദ്ദേഹം ഒരു കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടാണ് ജീവിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തന്മാരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളാണ്. എനിക്ക് തോന്നുന്നു ആധുനിക ഐസക് ന്യൂട്ടനോ അങ്ങനെയൊക്കെ വിശേഷണമുള്ള ഒരു ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. അപ്പം അദ്ദേഹത്തിൻ്റെ ശരീരം എന്തുമാത്രം വളർച്ച വന്നു, അല്ലെങ്കിൽ അപ്പം വളർച്ച ഇല്ലെങ്കിലും വികാസം സാധ്യമാകുമോ? സാധ്യമാകും. അദ്ദേഹത്തിൻ്റെ ബുദ്ധി കൊണ്ട് മാത്രമല്ലേ വിജയിച്ചത്. ഓക്കെ. അപ്പം വളർച്ച വികാസത്തിന് കാരണമായെന്നും അല്ലെന്നും വരാം. അപ്പം ചില വികാസങ്ങൾക്ക് വളർച്ച കാരണമായെന്നും വരാം, ചിലവർക്ക് അല്ലെന്നും വരാം. ഓക്കെ. വികാസ മാറ്റങ്ങൾ അളക്കാൻ കഴിയില്ല. വികാസത്തിൻ്റെ മാറ്റങ്ങൾ നമുക്ക് അളക്കാൻ കഴിയുമോ? ഇല്ല. അപ്പം വീണ്ടും പറയുന്നു, അനുക്രമമായി പരിപക്വനത്തിലേക്ക് നയിക്കപ്പെടുന്ന പുരോഗമനാത്മകമായ മാറ്റം എന്നങ്ങ് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ. ഇനിയിട്ട് സമഗ്രമായ വളർച്ച ഗുണാത്മകമല്ല ഗുണാത്മകം. വീണ്ടും ഗുണാത്മകം എന്ന് പറയും. ഗുണാത്മകമാണ്. അനുസ്യൂതം ആണ്. പരിവർത്തനത്തെയും പഠനത്തെയും ആശ്രയിക്കുന്നു. മറ്റിടത്ത് ബാഹ്യം വരുമ്പോൾ ഇവിടെ ആന്തരികം. വളർച്ച ഇല്ലെങ്കിൽ വികാസം സാധ്യമാണ്. വളർച്ച വികാസത്തിന് കാരണമായെന്നും അല്ലെന്നും വരാം. വികാസമാറ്റങ്ങൾ അളക്കാൻ കഴിയില്ല. ഇനി നിങ്ങൾ എന്തോ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഞാനിത് പറയുന്നില്ല, നേരെ നിങ്ങൾ എന്തോ ചെയ്യണം, ഇതാണ് ഇത് തമ്മിൽ അങ്ങോട്ട് എടുത്ത് സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലാതെ ഒന്ന് എടുത്ത് വെക്കുകയോ ചെയ്യുക. എന്നിട്ട് എന്തോ ചെയ്യണം, ഇതങ്ങ് താരതമ്യം ചെയ്യണം. ഓക്കെ. അപ്പം താരതമ്യം ചെയ്യുമ്പം ഓരോന്നും ചിലതിനൊക്കെ കൃത്യം ഓപ്പോസിറ്റുള്ള സാധനങ്ങളുണ്ട്, ചിലത് മാത്രം അഡീഷണൽ പഠിച്ചാൽ. അപ്പം ഉദാഹരണത്തിന് പരിമാണാത്മകം, അതിൻ്റെ ഓപ്പോസിറ്റ് ഗുണാത്മകം. അനുസ്യൂതമല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് അനുസ്യൂതമാണ്. ബാഹ്യമാറ്റത്തെ സൂചിപ്പിക്കുന്നു, അതിൻ്റെ ഓപ്പോസിറ്റ് ആന്തരിക മാറ്റത്തെ സൂചിപ്പിക്കുന്നു. പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിക്കുന്നില്ല, ഓപ്പോസിറ്റ് പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിക്കുന്നു. നിരീക്ഷിക്കുവാനും അളക്കുവാനും സാധിക്കും. ഇതെന്താണ്? വികാസം അളക്കാൻ സാധിക്കത്തില്ല. എന്നാൽ ഇത് കൂടാതെ അവിടെ വരുന്ന കുറച്ച് പോയിന്റുകളുണ്ട്, അത് മാത്രം അഡീഷണൽ പഠിക്കുക. ഇത് വളർച്ചയ്ക്കകത്തിട്ട് കണക്ട് ചെയ്ത് പോവുക. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കടക്കാം.